ഗൈസ്, ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറയുന്നത് 5:45 6 മണി ആകാറായിട്ടുണ്ട്. ഞാനിപ്പം ആലോചിച്ചിട്ട് കുറച്ച് കോമൺ ആയിട്ട് ഇരിക്കും, മീൻസ് എല്ലാം എന്താണ് സെയിം ഒരുമിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കുറച്ച് റിയാക്ഷൻസ് ഉണ്ടല്ലോ. ഫുഡ്സ് ഫിറ്റിക്ക് റിയാക്ഷൻ ഇത്, പിന്നെ അതും ഇതും എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം ഇതും കൂടെ കഴിഞ്ഞിട്ട് ഞാനിനി പുറത്തോട്ട് ചുമ്മാ നടക്കാനൊക്കെ ഇറങ്ങാൻ പോകാം. ഇത് ഇരുന്നതിനാ എനിക്ക് ശരിയാത്തില്ല. സോ ചാപ്റ്റർ ഏകദേശം ഫിനിഷായെന്ന് വെച്ചാൽ നമുക്ക് ഫിനിഷായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ വന്നിട്ടൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്യണം. പിന്നെ സേഫ് സഫറുകളും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ ആൽക്കഹോളിക് വെച്ച് ആഡ് ചെയ്യുന്നത് അതും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സെറ്റായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇനി മുറ്റത്തേക്ക് പോവാം. Hey Papu. Na. Da. Kok എന്തിനാ സാറിന്? വാ, ഇങ്ങോട്ടേക്ക് വാ. പട്ടി മൈൻഡ് കൊണ്ടിരിക്കുന്നു. കൈതാ 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 ബെസ്റ്റ് പട്ടി. കൈതാടാ, എടാ കൈതരാൻ. ഞാൻ പോവാം. My heart rages around like an ocean in my head, because there are so many things that I left unsaid. I can almost feel you walking in the distance, but I know that it's not reality. If you are echoing around inside these parallel dimensions all alone, know I'll find you in my dreams. ഏകദേശം എന്ന് പറയുന്നത് കൃത്യം 7 മണിയായിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ പറഞ്ഞ സത്യമായിട്ട് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ വലിയ കണ്ടിന്യൂസ് അല്ല, ഞാനിപ്പോൾ കുറച്ചൊക്കെ ബ്രേക്ക് എടുത്താണെങ്കിലും ഏകദേശം പറയുവാണെങ്കിൽ 4 മണിക്കൂറോളം സത്യം പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ നാളെ ഒരു ചലഞ്ച് ചെയ്യാനിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ NCERT കംപ്ലീറ്റ് ചെയ്യണം. മാത്സിൻ്റെ കേസ് ഞാൻ NCERT ഫുഡ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. മെട്രിക്സ് ഡിറ്റർമിനൻസ് ആപ്ലിക്കേഷൻ ഓഫ് എന്തുവാണ് ഡെറിവേറ്റീവ്സ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഈ ഒരു 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഹോൾ NCERT കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. അതിനകത്ത് കംപ്ലീറ്റ് പ്രോബ്ലംസ് ബിസിനസ് ഞാൻ ചെയ്യുന്നില്ല. എക്സെപ്റ്റ് ബിസിനസ് ഐ വിൽ കംപ്ലീറ്റ് ഓൾ NCERT ക്വസ്റ്റ്യൻസ്. അതൊരു ചലഞ്ചായിട്ട് എടുക്കാൻ പോവാണ്. നാളെ 6 മണി മുതൽ വൈകിട്ട് 6 മണിക്കാട്ടോ ഞാൻ എടുത്തേക്ക്. കാരണം ബാക്കിയുള്ള സമയത്തേക്ക് ബാക്കിയുള്ള വിഷയം പഠിക്കാനാണ്. അപ്പോൾ 6 മണി തൊട്ട് ഒരു എത്ര മണി വരെ തീരുമോ അത്ര മണി വരെ ബാക്കി കാണാം. നാളെ ബാക്കിയുള്ളതൊക്കെ തീരുമെന്നറിയാം. മെട്രിക്സ് ഇപ്പോൾ ഡിറ്റർമിനൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് ബോറടിച്ചപ്പോൾ ഞാൻ ചുമ്മാ കണ്ടിന്യൂ ഡിഫറൻഷ്യബിലിറ്റിയിൽ ആദ്യത്തെ എക്സസൈസിലെ 5.1 കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ചെയ്ത് നോക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി അതിനകത്ത് ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലുണ്ട്. അപ്പോൾ അതിനകത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 5.1 ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. മൂന്നാമത്തെയും രണ്ടാമത്തേയും കുറച്ച് ചലഞ്ചിങ്, മൂന്നാമത്തെയും നാലാമത്തെയും തോന്നുന്നു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. പിന്നെ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടഫ് ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം. എന്നിട്ട് ആ ചാപ്റ്റർ ഒന്ന് NCERT അരച്ച് വിലക്ക് കുടിക്കുക. കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് വലിയ ഞാൻ നോക്കുന്നില്ല. എക്സാക്ട് വലുതായിട്ടൊന്നും നോക്കുന്നില്ല. പണ്ട് തരുമെന്ന് അറിയില്ല, പക്ഷേ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നോക്കുന്നില്ല. ഇത്തവണ മോഡൽ എക്സാമിന് ഇൻവേഴ്സ് ട്രിഗണോമെട്രി നോക്കുന്നില്ല. ഇൻവേഴ്സ് ട്രിഗണോമെട്രി നോക്കാതെ പോയത് ശരിയാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ ഞാൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി നോക്കുന്നില്ല, വലിയ ഇതായിട്ട് എടുക്കുന്നില്ല. പിന്നെയുള്ളത് നോക്കാത്ത സമയമുണ്ടെങ്കിൽ ഞാൻ നോക്കും. ഇൻവേഴ്സ് റിലേറ്റഡ് സീറ്റ് ബാക്കിയെല്ലാം അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അത് കുറച്ച് ചലഞ്ചിങ് ചാപ്റ്റേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു സാധനം പഠിച്ചാൽ മതി. ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് ബാക്കിയെല്ലാം ഒരേപോലെയാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് മാത്രം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിപ്പ് പോലെ. ഹോമോജീനിയസ് ആണ് കുറച്ച് ടഫ്. അപ്പോൾ ഹോമോജീനിയസ് നോക്കണം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ബ്രേക്ക് എടുക്കാൻ പോകും. കാരണം ബ്രേക്കല്ല, ഒരു മടുപ്പ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് നേരം കെമിസ്ട്രിയിലെ ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് പഠിക്കണം. അത് കുറച്ചുകൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് സൊല്യൂഷൻസ് ഒന്ന് റിവൈസ് ചെയ്യണം. പിന്നെ കെമിക്കൽ കൈനറ്റിക്സ് ഒന്ന് റിവൈസ് ചെയ്യണം. എന്നിട്ട് ഫിസിക്സിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്റർ അത് ഫിസിക്സ് നോക്കിയിട്ട് എന്താണ് നോക്കേണ്ടത്. എനിക്കിപ്പോൾ സത്യമായി കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണമെന്ന്. ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ കൊണ്ട് നോക്കാം. അതാണ് കുറച്ചുകൂടെ പരിപാടി എന്ന് തോന്നുന്നു. കാലിട്ടാട്ടുന്നുണ്ട്, അതാണ് ഇങ്ങനെ നടന്ന് അത്യാവശ്യം പണി കിട്ടിയെന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സസൈസ് ചെയ്തപ്പോൾ സത്യം എക്സസൈസ് ചെയ്തപ്പോൾ എൻ്റെ തല ചെറുതായിട്ടൊരു പണിയായിരുന്നോന്ന് അറിയത്തില്ല. ഞാൻ ചെയ്യുന്നത് എനിക്ക് എന്താണെന്ന് മസിൽ പെയിൻ ആയിരിക്കാം. ഞാൻ ഭയങ്കര പെയിനുണ്ട്, നല്ല പെയിനുണ്ട്. എനിക്ക് വയ്യ സത്യം ചത്തുപോയി. എന്തായാലും ഭയങ്കരമായിട്ട് വേദനയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ എന്തായാലും പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ എന്തായാലും പഠിക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് വയ്യ, ഒത്തിരി വയ്യ. ഞാൻ 7 മുതൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ കാലം ഭയങ്കരമായിട്ട് മസിൽ പെയിൻ. ഇനിയിപ്പോൾ എന്തായാലും മാറണം, പെയിനും ചെയ്യണം, അത് വേറെ കാര്യം. പക്ഷെ എന്തായാലും നാളെയും പെട്ടെന്ന് നടക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും 12 hours എന്തായാലും പറ്റിയിട്ട് നോക്കുമ്പോൾ സങ്കടമുണ്ട്. കാരണം പറ്റുന്നില്ല. 12 hours ഉദ്ദേശിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. പകുതി പോലും നടന്നില്ല. എനിക്ക് 4-5 മണിക്കൂർ അങ്ങനെ ഒട്ടിട്ട് പഠിച്ചിട്ടുള്ളൂ. എനിക്കറിയില്ല. അങ്ങനെ 2 ചാപ്റ്റർ കണ്ടു, ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്തു, ചാപ്റ്റർ പഠിച്ചു തീർത്തു. അങ്ങനെ കണ്ട് നടന്നിട്ടുള്ളൂ. എനിക്ക് അങ്ങനത്തെ ഒരു റിഗ്രറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ. നെക്സ്റ്റ് ടൈം എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ നേരത്തെ എന്നേക്കാൻ ശ്രമിക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.